Good evening all. We'll start. Okay, so we'll start. നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ബേസിക് മാത്സിലെ ആസ്പെക്റ്റുകളാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ മെയിനായി പഠിച്ചിട്ടുണ്ടായിരുന്നത് ബേസിക്കലി LCM എന്നുള്ളൊരു ആസ്പെക്റ്റിലുള്ള സംഭവങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ എന്താ പറയാ ഡിവിസിബിലിറ്റി ആസ്പെക്ട് എന്നുള്ള ഒരു സംഭവം നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക, ഓക്കെ, പോലെയുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്രയാണ് നമുക്ക് ഏറ്റവും ബേസിക് മാത്സിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് കുറച്ച് പറയാനുള്ളത്. ഇനി നമ്മളും പിന്നീടും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പോയിന്റ് ആസ്പെക്റ്റുകൾ, എക്സ് കാണുന്നത് പോലെയുള്ളത് നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് മാത്രമായിട്ടുള്ള നോർമൽ ടൈം ഫ്രെയിമിൽ അല്ലാതെ തന്നെ അത് മാത്രമായിട്ടുള്ളത് പിന്നെ ഒരു ഇന്റേൺ നമ്മളിങ്ങനെ ചെയ്ത് തുടങ്ങുന്നതിനനുസരിച്ച് വേറെ എന്തൊക്കെയാണ് കൺഫ്യൂഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ വരുന്നതിനനുസരിച്ച് വേറെ ടോപ്പിക്കുകൾ, സംഭവങ്ങൾ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മളെ ബേസിക്കലി മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ഒരു ടോപ്പിക് തന്നെ കവർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നമുക്ക് കുറേ ബേസിക് മാത്സ് ഇനീഷ്യലി തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് എടുക്കുന്നു. ഇനി നമ്മൾ ടോപ്പിക്കുകളിലേക്ക് പോകുന്നു. അതിൽ ഓരോരോ ടോപ്പിക്കുകളായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ എടുക്കും. അപ്പൊ ഇനീഷ്യലി മനസ്സിലാക്കുക, ഇന്നിപ്പോ ഞാൻ എന്താ പറയാ പെർസെൻറ്റേജ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ പെർസെൻറ്റേജ് എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്ന റെക്കോർഡിലുള്ള ബേസിക് കാര്യങ്ങൾ തന്നെയാണ് മെജോറിറ്റി ഞാൻ ഈ സെഷനിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദിസ് എൻ ഇനീഷ്യൽ ആസ്പെക്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കൂടുതലായിട്ട് PYQ സെഷനുകൾ, ഇതുവരെ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് PYQ സെഷൻസ്, കംപ്ലീറ്റ് ആവറേജ് സെഷൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനീഷ്യലി നമ്മൾ പെർസെൻറ്റേജിന്റെ ഒരു ബേസ് കാര്യങ്ങൾ അതൊന്നുകൂടി ഒന്ന് പറയും. അത് നമ്മൾ എന്താ പറയുക ബേസിക്കലി ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യും. ഒന്നുകൂടി നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആവറേജിന്റെ ചിലപ്പം ബേസ് പറയും, അത് റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ റേഷൻ പ്രപ്പോർഷൻ പറയും, പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയും. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഒറ്റ സെഷനിൽ ചെറുതായിട്ടൊരു ഭാഗമായിട്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ഇതുവരെ ചോദിച്ചിട്ടുള്ള പെർസെൻറ്റേജിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് തരും, ഡൗട്ടുകൾ തീർത്തരും, ഫാദർ ക്വസ്റ്റ്യൻസ് ചെയ്യും, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫർദർ ആയിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇനീഷ്യലി മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലാസ്റ്റ് ബേസിക് മാത്സ് തന്നെയല്ലേ എടുത്ത്, പെർസെൻറ്റേജ് ഒറ്റ സെഷൻ കവർ ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് പറയാം, ബേസിക് മാത്സ് തന്നെയല്ല അവസാനത്തെ സെഷൻ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ബേസിക് മാത്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പെർസെൻറ്റേജ് എന്താ പറഞ്ഞ കമ്പാരിറ്റീവ്ലി ആ ഒരു ബേസിക് മാത്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കൂട്ടല് കുറക്കല് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൂടിയാണ് പെർസെൻറ്റേജ് എന്നുള്ളത്. ഒന്നുകൂടി പറയാണ്. സോ നമുക്ക് നോക്കാം. ഞാൻ അതിന്റെ ഒരു പെർസെൻറ്റേജിന്റെ ബേസിക് ആസ്പെക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ബേസിക് ആസ്പെക്റ്റിലേക്ക് പോകാം. ഞാൻ ചിലപ്പം ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടാവും. ഇനീഷ്യലി മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ലൈക്ക് നമുക്ക് ഇത്ര സെറ്റ് ഓഫ് ടോപ്പിക്കുകളാണുള്ളത്, ഈ ടോപ്പിക്കുകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതാണ്, ഇതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് ഇപ്പം പെർസെൻറ്റേജ്, ആവറേജ് പറഞ്ഞിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് പറയോ. ഇല്ല. ഞാനൊന്ന് പറയാം. ഇനി അഥവാ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമല്ല, ചെറിയൊരു കാര്യമുള്ളൂ. അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ മെജോറിറ്റി വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മെജോറിറ്റി അല്ല, സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇത്രയാണ്. വി ഹാവ് ടൈപ്സ് ഓഫ് റീസണിങ്, അതുപോലെ തന്നെ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ വി ഹാവ് mathematical aptitude, percentage, ratio and proportion, average, fraction, time and distance, profit and loss, interest and discount. So ഇത്ര ടോപ്പിക്കുകളാണ് നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഉള്ളത്. സോ വി ഹാവ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് നമുക്ക് മൂന്നൊരു സെറ്റ് ആയിട്ട് പറയാൻ പറ്റും. നമ്പർ സീരീസ് ഉണ്ട്, then we have
ലെറ്റർ സീരീസ് ഉണ്ട്. Then we have ratio and proportion ഉണ്ട്. We have ratio and proportion ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കുള്ളൊരു ഒരു സെറ്റ് എന്ന് പറയുന്നത് we have sorry, ratio and proportion നമുക്ക് ഇവിടെ എഴുതണമെന്നില്ല. Just a minute. Number series, letter series, കോഡിങ് ആൻഡ് ഡീകോഡിങ്. ഓക്കെ, പിന്നുള്ളൊരു ഒരു സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെർസെൻറ്റേജ്, then average, ratio and proportion. പിന്നുള്ളൊരു സെറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. Then we have interest and discounting. Okay, we have profit and loss, interest and discounting, then time and distance. ഇതിൽ പെടാത്ത കുറച്ച് ടോപ്പിക്കുകളുണ്ട്. എന്താ പറയാ, ലൈക്ക് വി കൻ സേ ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻസ് പോലെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ ബേസിക്കലി ഇതാ ഫ്രാക്ഷൻസ്, then മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ കൂടി ഉണ്ട്. മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ബേസിക് മാത്സ് റിലേറ്റഡ് ആയി. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ടോപ്പിക് ഏതാണെന്ന് പറയാം? ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ ഏതാണുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത്. സാഹിൽ ഭായ്, എല്ലാം ടഫാണോ? റേഷ്യോ ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ഓക്കെ, പെർസെൻറ്റേജ് ഉണ്ട്, എവറിത്തിങ് അല്ലെ, എല്ലാം ടഫാണ്. ഇങ്ങനെ ലോട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് പോട്ടെ. ഇതില് മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട്, ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്താ വെച്ചാൽ ഇതല്ലാത്ത ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്നുള്ളതാണ്. ഇതല്ലാത്ത ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ലൈക്ക് വി ഹാവ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഡയറക്ഷൻസ്, ബ്ലഡ് റിലേഷൻസ്, അതുപോലെ തന്നെ ഡയറക്ഷന്, ബ്ലഡ് റിലേഷന്, ഏജ് റിലേറ്റഡ്, ചില കേസുകളിൽ കലണ്ടർ, എന്താ പറയാ, ക്ലോക്ക്, തന്നെ വർക്ക് ആൻഡ് ടൈം, അങ്ങനെയുള്ള വേറെയും ടോപ്പിക്കുകളൊന്നും വരാറുണ്ട്. ഓക്കെ, പിന്നെ ബോട്ട് ആൻഡ് സ്ട്രീം ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് സിലബസിൽ ഡയറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് സിലബസിൽ ഡയറക്റ്റ് ആയിട്ടില്ല, പക്ഷെ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എവിടുന്നാന്ന് ചോദിച്ചാൽ നമുക്ക് സിലബസിൽ ഈ എറ്റ്സെട്ര എന്നുള്ള വാക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. സിലബസിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്, മുതലായവ എന്ന് നമ്മൾ പറയല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഈ പറയപ്പെടുന്ന ടോപ്പിക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. ഇതല്ലാതെ അപൂർവം കേസുകളിൽ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്, ക്ലോക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ കൂടുതലായിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് റീസെന്റ് മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിനും പറയാം, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള സമാന്തര ശ്രേണികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമ്മളെ മാത്സിന്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, എക്സാമിനേഷന്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വരാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഈ ഫസ്റ്റ് സെറ്റ്, ഐ വിൽ സേ ദിസ് ഈസ് ആസ് എ സെറ്റ് 1. ഈ സെറ്റ് 1 എന്ന് പറയുന്നത് അത്ര ടഫ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. പക്ഷേ ഈ നമ്പർ സീരീസിന്റെ പ്രത്യേകത, നമ്പർ സീരീസ് അത്ര ടഫ് ഒന്നുമല്ല. കാരണം നമ്മളെ ലൈഫിൽ മേ ബി എഴുതിയ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയാൻ പറ്റും നമ്മൾ 4ാം ക്ലാസ്സിൽ LSS. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സാം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാന്ന് ചോദിച്ചാൽ ബേബി നമുക്ക് സിവിൽ സർവീസിനോ അല്ലെങ്കിൽ നെറ്റെന്നോ വേറെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ SSCന്നോ നിങ്ങൾ കേരള PSC എന്നൊക്കെ പറഞ്ഞോടെ, ഈ 4ാം ക്ലാസ്സിൽ LSS മുതൽ നമ്മൾ എഴുതുന്ന UPSC വരെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ടോപ്പിക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് എത്ര പഠിച്ചാലും പിന്നെ നമുക്ക് കിട്ടാത്ത ചോദ്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ചോദിക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്പർ സീരീസിന്റെ ലെറ്റർ സീരീസ്, കോഡിങ് ആൻഡ് ഡീകോഡിങ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് പഠിപ്പിക്കാനൊന്നുമില്ല. പരമാവധി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുക, വീണ്ടും ചെയ്യുക, പറ്റാവുന്നത്ര പ്രോബബിലിറ്റീസ് നമ്മളെ മനസ്സിൽ വരിക, അത് നമുക്ക് എക്സാമിന്
ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സെറ്റാണ് ഈ സെറ്റ് 2 എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഇതിലെ പെർസെൻറ്റേജ് ആണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്, സെറ്റ് 2 എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് 2ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെറ്റ് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ സെറ്റ് 2-ൽ നിന്ന് പലപ്പോഴും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം നിയർലി ഓർ ഗ്രേറ്റർ ദാൻ 70% ഓർ ചില കേസുകളിൽ 75 പറയാം, 70%-ലധികം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ള ഈ സെറ്റ് 2ന്റെ അടിസ്ഥാനത്തിലാണ്. പല കേസുകളും പല ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യന്റെയും ഒരു സെറ്റിൽ 5 ക്വസ്റ്റ്യനും ഇതിലേതെങ്കിലും 100% ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പഠിക്കും. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഏത് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിരിക്കും, അതായത് ഗ്രോത്ത് റേറ്റ് റിലേറ്റഡ് ആയിരിക്കും, അതായത് what we can say percentage of growth, percentage of increase, percentage of decrease, okay, decrease പോലെയുള്ള ആസ്പെക്റ്റുകളായിരിക്കും ഓക്കെ അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാത്സ് എന്നുള്ളതിനേക്കാളേറെ ഓക്കെ സാധാരണ മാത്സിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എന്നുള്ളതിനേക്കാളേറെ ഇമ്പോർട്ടന്റ് ആണ് ഈ 3 സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഈ 3 സെറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ബേസിക്കലി അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ബേസിക്കലി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. സോ ദിസ് ഈസ് എ തിങ്. ഓക്കെ, ഇതാണ് മനസ്സിലാകണം. പിന്നെ ഒരു മൂന്നാമത്തെ സെറ്റാണ് വി ഹാവ് ദിസ് സെറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഈ സെറ്റിന്റെ പ്രത്യേകത ഇത് അവസാനമായിട്ട് സിലബസ് മാറുന്ന 2019 ജനുവരി സമയത്തൊക്കെയാണ്. ആ സമയത്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു മത്സര പരീക്ഷകൾക്കും ബാക്കിയുള്ള ആളുകൾ ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് അല്ലെ. ഏതൊരു മത്സര പരീക്ഷയും ബാക്കിയുള്ള ആളുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണെന്നുള്ളത് കൊണ്ട് തന്നെ മാത്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന, അതായത് UGC NT-NET എക്സാം എഴുതുന്ന മാത്സിനെ സംബന്ധിച്ച് ഓക്കെ UGC NT-NET എക്സാം എഴുതുന്ന മാത്സിനെ സംബന്ധിച്ച് ഓക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഓക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഈ ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ തന്നെ പലർക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാവും, പലർക്കും ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഉണ്ടാവും, പലർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് കൂടുതൽ എക്സാമിന് ചോദിക്കുക എന്ന് ചോദിച്ചാൽ ബേസിക്കലി അവർ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ സമയത്ത് ഈ സിലബസ് മാറിയ കേസുകളിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ചോദിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് പിന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിലൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതലുമായിട്ട് ചോദിച്ചിട്ടുള്ളത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ആസ്പെക്റ്റിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 18 നടന്ന എക്സാമിന്റെ മോർണിംഗ് ഷിഫ്റ്റിലൊക്കെ മാത്സിൽ 5 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യന് ബോട്ട് ആൻഡ് സ്ട്രീം ബേസിസ് ഉണ്ടായിരുന്നു. ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഓക്കെ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നത്. സോ ബേസിക്കലി അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ ഇതിൽ ഓരോരോ ആസ്പെക്ടുകൾ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ക്ലൂസീവ് ആസ്പെക്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആളുകളെക്കാളേറെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്സിൽ നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വി നീഡ് ടു സ്കോർ മാർക്സ് ഫ്രം ദിസ് ടോപ്പിക്സ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. സോ ഇത് ഞാനൊരു ബേസിക് ടോപ്പിക്കിനെ കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഡിസ്കസ് ചെയ്യുക പെർസെന്റേജ്, ആവറേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ്, ഏജ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പക്ഷെ അത് പരമാവധി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് തിയററ്റിക്കൽ എന്നുള്ള ആസ്പെക്ടിനേക്കാളേറെ ഓക്കെ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. സോ ദെൻ കമ്മിങ് ടു ദ പെർസെൻറ്റേജ്, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് ഓൾ അബൌട്ട് വി ഹാവ് പെർസെൻറ്റേജ്. സോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വി ഹാവ് ഇറ്റ് ആസ് വാട്ട് വി ക്യാൻ സേ പെർസെന്റ് എന്നുള്ളതാണ്. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് ആസ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ പെർസെന്റ് ഔട്ട് ഓഫ് 100 എന്ന് പറയുമ്പം ബേസിക്കലി നമുക്ക് 2 ഡിഫറെന്റ് ബേസുകളിലുള്ള അല്ലെങ്കിൽ 2 ഡിഫറെന്റ് ആസ്പെക്റ്റുകളിലുള്ള വാല്യൂവിലുള്ള ഒരു നമ്പറുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ പെർസെൻറ്റേജ് യൂസ് ചെയ്യുക.
ഓക്കെ, യൂസ് ചെയ്യുന്ന ഉദാഹരണമായിട്ട് ഇപ്പൊ പറയാണ്, ഒരു കോളേജിൽ PG അഡ്മിഷൻ നടക്കുന്നുണ്ട്. PG എൻട്രൻസ് എക്സാം ഒന്നും ഇല്ലാത്ത കാലത്താന്ന് കരുതുക, ഡയറക്റ്റ് ഡിഗ്രി മാർക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കരുതുക. അങ്ങനെ ഡിഗ്രി മാർക്കിന്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ സപ്പോസ് അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, പല യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിച്ച കുട്ടികൾ വരുന്നുണ്ടാവും. അപ്പൊ പല യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, പല കുട്ടികൾ ഔട്ട് ഓഫ് ടോട്ടൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഔട്ട് ഓഫ് 700ഉം ഔട്ട് ഓഫ് 800ഉം ഔട്ട് ഓഫ് 1200ഉം എല്ലാം കൂടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്ക് വെച്ചിട്ട് ആരാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏത് മാർക്കാണെങ്കിലും ഏത് വാല്യൂ ആണെങ്കിലും അതിനെ ഒരു 100 എന്നുള്ള വാല്യൂവിലേക്ക് ആക്കും. അങ്ങനെ നമ്മൾ 100 എന്നുള്ള വാല്യൂവിലേക്ക് ആക്കുമ്പോൾ നമുക്ക് അവിടെ കമ്പാരിസൺ എളുപ്പമായിരിക്കും. ഓക്കെ, അവിടെ 100 എന്നുള്ള ഒരു വാല്യൂവിലേക്ക് ആക്കുന്ന സമയത്ത് നമുക്ക് കമ്പാരിസൺ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കമ്പാരിസൺ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ബേസിക്കലി അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, ആ കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയാ, ഈ ഒരു പെർസെൻറ്റേജ് എന്നുള്ള ഒരു ആസ്പെക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. ദെൻ ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് പെർസെൻറ്റേജ് കാണുക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ്. ഓക്കെ, പെർസെൻറ്റേജ് കാണുക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ്. പെർസെൻറ്റേജ് കാണുക എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഞാൻ ഒരു സോറി ഓൾ, ചെറിയൊരു പവർ ഇഷ്യൂ ആണ്. ഇപ്പൊ ഓക്കെ അല്ലേ? നല്ല മഴയുണ്ട് നാട്ടില്. എന്താണ് നിങ്ങൾ അവിടുത്തെ സ്ഥിതി? നിങ്ങളെ വീട്ടിൽ, നിങ്ങളെ ചുറ്റുവട്ടത്തൊക്കെ എന്താ പറയാ, റെഡ് അലേർട്ട് തന്നെയാണോ? യാ, അപ്പൊ അതുകൊണ്ടാണ് വന്നത്. നോർമലി നമ്മൾ വൈഫൈ ഒക്കെ ആയിട്ട് കട്ടാവാറില്ല. സോറി ഫോർ ദാറ്റ്. ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കറണ്ട് പോകുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, കുടും മഴയാണ് അല്ലേ? നല്ല മയത്ത് മാത്സ് പഠിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പരമാവധി മാത്സ് നിങ്ങൾ പഠിക്കുക, പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ എനിവേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, ഇപ്പം ഇപ്പം ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണ് എന്ന് കരുതുന്നു. വി വിൽ സി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞൊരു ആസ്പെക്ട്, ഓക്കെ, നമ്മൾ പറഞ്ഞൊരു ആസ്പെക്ട് എന്താന്ന് ചോദിച്ചാൽ, ബേസിക്കലി ആ ഒരു 100 ആസ്പെക്റ്റിലേക്ക് വരുന്നതിനാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയാം. അപ്പൊ പെർസെൻറ്റേജ് കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നെറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് 300-ൽ 150 എന്ന് പറയുമ്പോൾ, ഓക്കെ, 300-ൽ 150 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എത്ര ശതമാനം എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? 150/300 ഇൻറ്റു 100. ഓക്കെ, 150/300 ഇൻറ്റു 100 എന്ന് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? പെർസെൻറ്റേജ് കാണാൻ പറ്റും. 150 എന്ന് പറഞ്ഞാൽ 50%. പക്ഷേ പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് എക്സാമിന് ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ടോട്ടൽ വാല്യൂം തന്നിട്ട് പെർസെൻറ്റേജ് തരിക എന്നുള്ളതിനേക്കാൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ദിസ് ഈസ് മാർക്സ്. ഞാനൊരു പരീക്ഷ മാർക്കും കൺസിഡർ ചെയ്യുന്നത്. മാർക്സ് ഫോർ ടോട്ടൽ മാർക്സ് പെർസെൻറ്റേജ്.
ഓക്കെ, മാർക്സ് സ്കോർ, ടോട്ടൽ മാർക്സ്, പെർസെൻറ്റേജ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു മാർക്സ് സ്കോർ 150 ടോട്ടൽ മാർക്സ് 300 300. ഓക്കെ, പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് പറയാം. സപ്പോസ് ലെറ്റ്സ് കൺസിഡർ ദിസ് ആസ് എക്സ്. ദെൻ നമുക്ക് മാർക്സ് സ്കോർ 240 എന്ന് എടുക്കുക. ടോട്ടൽ മാർക്ക് എത്ര നമുക്ക് അറിയില്ല, പെർസെൻറ്റേജ് 40 ആണെന്ന് എടുക്കുക. പിന്നെ മാർക്സ് സ്കോർ എത്രയെന്ന് അറിയില്ല, നമുക്ക് സെഡ് എന്ന് എടുക്കുക. ടോട്ടൽ മാർക്സ് നമുക്ക് ടോട്ടൽ മാർക്സ് നമുക്ക് 400 എന്ന് എടുക്കാം. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 30 എന്ന് എടുക്കാം. ഇതിൽ എക്സും വൈയും സെഡും ഒന്ന് കണ്ടുപിടിക്കാം. ഇതിലെ എക്സും വൈയും സെഡും ഒന്ന് കണ്ടുപിടിക്കാം. എക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 300-ൽ 150 എത്ര ശതമാനമാണെന്നുള്ളതാണ്. വൈ എന്ന് പറയുമ്പം 240 40% ടോട്ടൽ എത്ര എന്നുള്ളതാണ്. സെഡ് എന്ന് പറയുമ്പോൾ ടോട്ടലും തന്നിട്ടുണ്ട്, പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, മാർക്ക് സ്കോർ ചെയ്ത് എത്രയാണ് എന്നുള്ളതാണ്. ഞാൻ ചാറ്റ് ഹോസ്റ്റ് ഓൺലി ആക്കുന്നുണ്ടേ. ഉത്തരങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട, മറ്റൊരാളെ ഉത്തരം കണ്ടിട്ട് എന്ന് കരുതിയിട്ടാണ്. XYZ എന്ന് പറഞ്ഞിട്ട് ചാറ്റിൽ ഇടുക. ഓക്കെ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇനീഷ്യൽ ആസ്പെക്റ്റിലേക്ക് നമുക്കറിയാം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അറിയാം 150/300 × 100. ഇപ്പൊ ബേസിക്കലി ഇതിന്റെ ഒരു ബേസിക് തിയററ്റിക്കൽ ആസ്പെക്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇതിലെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ആദ്യത്തെ കേസിൽ എടുത്ത് നോക്കുക, 300 ടോട്ടൽ മാർക്ക്. ഞാനിത് മറ്റു പല ക്വസ്റ്റ്യനുകളും ഹെൽപ്ഫുൾ ആവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം എന്ത് കാണണമെങ്കിലും ഇപ്പൊ അതായത് ഇപ്പം ഒരു പരീക്ഷയിൽ ടോട്ടൽ മാർക്കും തന്ന പെർസെൻറ്റേജ് കാണാം, പെർസെൻറ്റേജും ടോട്ടൽ മാർക്കും തന്ന മാർക്സ് സ്കോർ കാണാം. ഓക്കെ, പെർസെൻറ്റേജും മാർക്സ് സ്കോറും തന്നാൽ ടോട്ടൽ മാർക്കും കാണാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ഒക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാം, ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണോ വേണ്ടത്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണോ വേണ്ടത്, പോലെയുള്ള കൺഫ്യൂഷൻ ആണ് നമുക്ക് വരിക. അപ്പൊ ഇതിന്റെ ബേസിക് തിയററ്റിക്കൽ ആസ്പെക്ട് മനസ്സിലാക്കുക. എന്താന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്, ഇത് ഞാൻ മറ്റു പല ക്വസ്റ്റ്യനുകൾക്കും പല രീതിയിൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈസി ആണെങ്കിൽ ഞാൻ അതിന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് പറയുന്നത്. ശരിക്കും എന്താന്ന് ചോദിച്ചാൽ 300-ൽ 150 മാർക്കാണല്ലോ കിട്ടുന്നത്. അപ്പൊ എക്സ് നമ്മൾ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 300-ൽ 150 മാർക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 300 എന്ന് പറഞ്ഞാൽ 150%. 300 എന്ന് പറഞ്ഞാൽ 150%, സോറി അങ്ങനെ പറയാൻ പറ്റുമോ, 300 എന്ന് പറഞ്ഞാൽ 100%. കാരണം 300 ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പം കാരണം ഏത് കേസിലും നമുക്കറിയാം ടോട്ടൽ മാർക്ക് കിട്ടിയ അയാൾക്ക് 100% മാർക്ക് കിട്ടി, അല്ലെ? ടോട്ടൽ മാർക്ക് കിട്ടിയ അയാൾക്ക് 100% മാർക്ക് കിട്ടി എന്നുള്ളതാണ്. സോ നമുക്ക് എന്തുണ്ട്, 300 എന്ന് പറഞ്ഞാൽ 100%. ഓക്കെ, അങ്ങനെ 300 എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് 150 എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. ഓക്കെ, 150 എത്ര 150 എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, X% നമ്മൾ കൊടുക്കും. ഓക്കെ, 300 100% 150 X%. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയട്ടെ. പക്ഷെ ഇവിടെ പ്രിൻസിപ്പിൾ മനസ്സിലായാലാണ് സെക്കൻഡിലും തേർഡിലാണ് ശരിക്കും നിങ്ങൾക്ക് ഈ മെത്തേഡിന്റെ ഒരു ഐഡിയ ഉണ്ടാവേണ്ടി വരിക. പക്ഷെ അത് നിങ്ങൾക്ക് അറിയുന്നത് വെച്ചിട്ട് പറയാം. ഇവിടെ നമ്മൾ എങ്ങനെ കാണാൻ അറിയാം, എക്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന എക്സ് കാണുക, എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ളതും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 150 × 100/300. ഓക്കെ, 150 × 100/300. ഇങ്ങനെയാണ് നമ്മൾ എക്സിനെ കണ്ടെത്തുക. വിൽ ബി ഹാവിംഗ് ദ വാല്യൂ ആസ് 50%.
ഇതന്നല്ലേ ഓക്കെ, ഇതന്നല്ലേ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇതന്നല്ലേ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ പറയാ 150/300 × 100 നിങ്ങൾ ചോദിക്കുന്നു, എനിക്കറിയാം. അത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അത് തന്നെയാണ് അതുള്ളത്. സെയിം സാധനം തന്നെയാണ്, നോ ഇഷ്യൂ. പക്ഷെ ഇത് സെക്കൻഡിലും തേർഡിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. അപ്പൊ സെക്കൻഡിന്റെ കേസിൽ നോക്കൂ, ടോട്ടൽ മാർക്ക് എത്രയെന്ന് ചോദിച്ചാൽ തന്നിട്ടില്ല. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ y ആണെന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, y = ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ y = 100%. എന്താണത്? ഓക്കെ, y എന്ന് പറഞ്ഞാൽ 100% ആണ് അല്ലെ? ടോട്ടൽ മാർക്ക് പറഞ്ഞാൽ 100% ആണ്. ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് 240 ആണ്. 240 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 40%. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കേസിൽ y എന്ന് പറഞ്ഞാൽ 100% ഓക്കെ, y എന്ന് പറഞ്ഞാൽ 100%. ഓക്കെ, 240 എന്ന് പറഞ്ഞാൽ 240 എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് ആസ് 40%. ഓക്കെ, 240 എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് ആസ് 40%. സോ ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? y കണ്ടെത്താൻ പറ്റും. എങ്ങനെ? y = നേരത്തെ നമ്മൾ പറഞ്ഞു, yന്റെ നേരെ അപ്പുറത്തുള്ളതും 100 × 240. എന്താണ് പിന്നെ 100 × 240/40? ഓക്കെ, 100 × 240/40 എന്നായാൽ വിൽ ബി ഹാവിങ് y = 600 എന്ന് കിട്ടും. ഓക്കെ, 100 × 240. അതായത് എങ്ങനെ നമ്മളിവിടെ ചെയ്തെന്ന് ചോദിച്ചാൽ വൈന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് 100 മൾട്ടിപ്ലൈ വിത്ത് അതിന്റെ ഓപ്പോസിറ്റ് 100 × 240 / 40. ഓക്കെ, /40 എന്നുള്ളതാണ് വിൽ ബി ഹാവിങ് 600. ഓക്കെ, ഇനി ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ കേസിൽ നോക്കുക. മൂന്നാമത്തെ കേസിൽ മാർക്ക് സ്കോർ എത്ര തന്നിട്ടില്ല, ടോട്ടൽ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ Z എങ്ങനെ കാണാം? 400 ആണ് ടോട്ടൽ മാർക്ക്. സോ 400 = 100%. ഓക്കെ, വി ഹാവ് 400 = 100%. സ്കോർ ചെയ്ത മാർക്ക് എത്രയാണ്? Z ആണ്. സോ വി ഹാവ് Z = 30%. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 400 എന്ന് പറഞ്ഞാൽ 100%ആണെന്ന് കിട്ടി. Z എന്ന് പറഞ്ഞാൽ 30%ആണെന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് Z = 400 × 30/100 that will be 120. ഓക്കെ, 400 × 30/100 that will be 120 എന്നുള്ള ഒരു ആസ്പെക്ട് കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അത് നിങ്ങളിപ്പോൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കാരണം നമ്മൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, പെർസെന്റേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒക്കെ ഈ ഒരു പ്രിൻസിപ്പൽ ആസ്പെക്റ്റിലേക്ക് വെക്കും. അപ്പൊ കാരണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക്സ് ആണ് എന്താണെന്ന് വെച്ചാൽ, ഒരു ടോട്ടൽ മാർക്ക് തന്നിട്ട് നമ്മളോട് ഒരു പെർസെന്റേജ് കാണുമ്പോൾ നമ്മൾ ആ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 100%ആണെന്ന് പറയും. എന്നിട്ട് നമുക്ക് ഇത്ര ശതമാനം എക്സാന്ന് പറയും. ഇനി പലപ്പോഴും ഉണ്ടല്ലോ, ഇപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന ഡൗട്ട്, ബേസിക് പ്രിൻസിപ്പിളിൽ വരുന്ന ഡൗട്ട് എന്താ വെച്ചാൽ എങ്ങനെ ആയിരിക്കും? 63,000 6300ന്റെ 8% എത്രയെന്ന് ചോദിക്കുമ്പോൾ, 6300ന്റെ 8% എത്രയെന്ന് ചോദിക്കുന്ന സമയത്ത്, 6300ന്റെ 8% എത്രയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ 6300ന്റെ 8% എത്രയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാറിയോ? ഇൻ പ്രിൻസിപ്പിൾ 6300 എന്ന് പറഞ്ഞാൽ 100%ആണ്. ഇതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 6300ന്റെ 6300ന്റെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1% എത്രയെന്ന് കിട്ടും? അപ്പൊ 63 കിട്ടും. പിന്നെ 8% കാണാൻ എന്താ ചെയ്യുക? നമ്മൾ അതിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ശരിക്ക് ഒരു പെർട്ടിക്കുലർ കേസിൽ 355ന്റെ 10% എത്രയെന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് നിങ്ങൾക്ക് ഓവറോൾ കോൺസെപ്റ്റ് ക്ലിയർ ആവേണ്ട ഒരു സാധനമാണ്. 355ന്റെ 10% എത്രയെന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ 355നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 355നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 1% കിട്ടും. എന്നിട്ട് ആ 1%നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെയാണ് ബേസിക്കലി ഏതൊരു പെർസെന്റേജ് കാണുമ്പോൾ നമ്മൾ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. പിന്നുള്ളൊരു ആസ്പെക്ട്, പെർസെന്റേജ് കാണാൻ നോർമലി നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആസ്പെക്ടിന് 32% എത്ര ഞാൻ ചോദിച്ചു എന്ന് കരുതാം. 6200ന്റെ 6200ന്റെ 32% എത്രയെന്ന് ഞങ്ങളോട് ചോദിച്ചു.
നിങ്ങൾ എങ്ങനെ ചെയ്യുക? 6200 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 6200 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 1% എത്രയെന്ന് കിട്ടും. ഓക്കെ, 6200 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1% എത്രയെന്ന് കിട്ടും. എന്നിട്ട് ഞങ്ങളോട് 35% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 6200 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം 1% എത്രയെന്ന് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 35% എത്രയെന്ന് കിട്ടും. ഇതാണ് ബേസിക്കലി നമ്മൾ എവിടെയും പെർസെന്റേജ് കാണാൻ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. നിങ്ങൾ 100 ആണോ 500 ആണോ ഡിവൈഡ് ചെയ്യേണ്ടത് 100 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 500 ആലോചിച്ച് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. 6200 35%. 100 ഡിവൈഡ് ചെയ്താൽ 1% കിട്ടുമല്ലോ. അപ്പൊ 35 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ആസ്പെക്റ്റുകളും ഉണ്ടാവും. ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ആസ്പെക്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞങ്ങൾക്ക് തരാണ് 6200. സോ ഇതിൽ നിങ്ങൾ എന്താ പറയാ, ഇതിന്റെ 10% കാണണം, 12% കാണണം, 50% കാണണം, 25% കാണണം, 9% കാണണം, 45% കാണണം, 98% കാണണം, 60% കാണണം. അത് പെട്ടെന്ന് കാണും. മൊത്തം ഒന്ന് കാണും. 6200 10 12 50 25 9 45 98 60. എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ചാറ്റ് ബോക്സിൽ ഇടണം നിർബന്ധമല്ല. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് കഴിഞ്ഞു എന്നെങ്കിലും ഒന്ന് പറയാം. ജസ്റ്റ് 1 or 2 minutes. സ്റ്റക്ക് ആണോ? ഞാൻ സ്റ്റക്ക് ആണോ? ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം തന്നിട്ട് ഞാനൊന്നും ചെയ്യാക്കുമ്പോൾ സ്റ്റക്ക് ആണെന്ന് കരുതരുതേ. കുറച്ചേരം ഞാൻ വെറുതെ നിന്നതാണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിരുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലേക്ക് ഞാൻ വരാം. ഫിനിഷ്, ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഡൺ.